നമസ്കാരം, ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ചർച്ച് ഓഫ് ഗോഡിൽ സീനിയർ ശുശ്രൂഷകന്മാരെ ആദരിക്കുന്നു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അതിശൈത്യം, താപനില 4.9 ഡിഗ്രി സെൽഷ്യസ്. അനധികൃത കുടിയേറ്റം, 18,000 ഇന്ത്യക്കാരെ പുറത്താക്കുമെന്ന് അമേരിക്ക. തിരുവല്ലയിൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് 102ാമത് ജനറൽ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോകസഭയിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. പത്തനാപുരത്ത് ബഥേൽ ഗോസ്പൽ അസംബ്ലി 24ാമത് ജനറൽ കൺവെൻഷൻ. അടൂരിൽ പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച് ഡിസ്ട്രിക്ട് കൺവെൻഷൻ. ജനുവരി 1 മുതൽ IPC കൊട്ടാരക്കര മേഖല 64ാമത് കൺവെൻഷൻ. ചാത്തന്നൂരിൽ സ്വതന്ത്ര ബാപ്റ്റിസ്റ്റ് സഭകളുടെ 57ാമത് വാർഷിക കൺവെൻഷൻ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ക്യാമ്പ്. വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് സത്യ സുവിശേഷം ബൈബിൾ കൺവെൻഷൻ. ചർച്ച് ഓഫ് ഗോഡിൽ സീനിയർ ശുശ്രൂഷകന്മാരെ ആദരിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് പാസ്റ്റേഴ്സ് വെൽഫെയർ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സീനിയർ ശുശ്രൂഷക സമ്മേളനം 2025 ജനുവരി 14 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ മുളക്കുഴ സഭ ആസ്ഥാനത്ത് നടക്കും. ഏറെക്കാലത്തെ സുസ്ഥിരമായ സേവനത്തിന് ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന സീനിയർ ശുശ്രൂഷകന്മാർ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒത്തുചേരും. സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ Y റെജി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റേഴ്സ് വെൽഫെയർ ബോർഡ് ഡയറക്ടർ പാസ്റ്റർ സജി എബ്രഹാം ശുശ്രൂഷകർക്ക് നേതൃത്വം നൽകും. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അതിശൈത്യം, താപനില 4.9 ഡിഗ്രി സെൽഷ്യസ്. ഡൽഹിയിലെ ഏറ്റവും കുറഞ്ഞ താപനില ഡിസംബർ 15 ഞായറാഴ്ച 4.9 ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞു. ദില്ലിയിൽ സീസണിലെ ഏറ്റവും വലിയ തണുപ്പാണ് ഇത്തവണ രേഖപ്പെടുത്തിയതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെരുവുകളിൽ താമസിക്കുന്ന നിരവധി പേർ സർക്കാർ ഒരുക്കിയ ഷെൽട്ടർ ഹോമുകളിൽ അഭയം പ്രാപിച്ചു. UP, ഹരിയാന, പഞ്ചാബ് അടക്കം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതാനും ദിവസം കൂടി ശൈത്യ തരംഗം തുടരും. കശ്മീർ താഴ്വരയിൽ പലയിടത്തും താപനില 0-നും താഴെയാണ്. അനധികൃത കുടിയേറ്റം, 18,000 ഇന്ത്യക്കാരെ പുറത്താക്കുമെന്ന് അമേരിക്ക. 18,000 ഇന്ത്യക്കാരെ അമേരിക്ക പുറത്താക്കുമെന്ന് ഉറപ്പായി. മതിയായ രേഖകളില്ലാത്ത രാജ്യത്ത് കഴിയുന്നവരാണ് ഇവർ. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടത്തുമെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ജനുവരി 20-നാണ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നാടുകടത്താനായി ഏകദേശം 1.5 ദശലക്ഷം വ്യക്തികളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. 2024 നവംബറിൽ പുറത്തിറക്കിയ ICE ഡാറ്റ പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തടങ്കലിലല്ലാതെ നാടുകടത്തപ്പെടേണ്ടവരുടെ പട്ടികയിൽ 1.5 ദശലക്ഷം വ്യക്തികളാണ് ഉള്ളത്. ഇതിലാണ് 17,940 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നത്. തിരുവല്ലയിൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് 102ാമത് ജനറൽ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ 2025 ജനുവരി 20 മുതൽ 26 വരെ തിരുവല്ല രാമഞ്ചിറ കൺവെൻഷൻ സ്റ്റേഡിയത്തിൽ 102ാമത് ജനറൽ കൺവെൻഷൻ നടക്കും. കൺവെൻഷൻ ഒരുക്കങ്ങളുടെ തുടക്കമായി ഡിസംബർ 17 ചൊവ്വ രാവിലെ 9-ന് സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ Y റെജി കൺവെൻഷന്റെ പന്തലിന്റെ പണികൾ പ്രാർത്ഥിച്ചാരംഭിച്ചു. മുൻ വർഷങ്ങളെക്കാൾ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ഇരിപ്പിട ക്രമീകരണങ്ങളാണ് സജ്ജമാക്കുന്നത്. കൺവെൻഷന്റെ അനുഗ്രഹത്തിനുള്ള ഉപവാസ പ്രാർത്ഥന, ചെയിൻ പ്രയർ എന്നിവ സെന്റർ അടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. മ്യൂസിക് ഡയറക്ടർ ബോവസ് രാജു നേതൃത്വം നൽകുന്ന 30 അംഗ കൺവെൻഷൻ കൊയർ ഗാന പരിശീലനം ആരംഭിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോകസഭയിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിച്ചു. ഭരണഘടനയുടെ 129ാം ഭേദഗതി എന്ന പേരിലാണ് ബിൽ അവതരിപ്പിച്ചത്. ഭരണഘടനയുടെ 82, 83, 172, 327 എന്നീ അനുച്ഛേദങ്ങളിൽ ഭേദഗതി വരുത്തുന്നു എന്ന് മന്ത്രി അറിയിച്ചു. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്നും പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിപക്ഷത്തിന് ഉറപ്പു നൽകി. രാജ്യത്ത് ഏകാധിപത്യം കൊണ്ടുവരാനുള്ള നീക്കമാണ് ബില്ലിലൂടെ BJP നടത്തുന്നതെന്ന് സമാജ്വാദി പാർട്ടി MP ധർമ്മേന്ദ്ര യാദവ് ആരോപിച്ചു. 2034 മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. പത്തനാപുരത്ത് ബഥേൽ ഗോസ്പൽ അസംബ്ലി 24ാമത് ജനറൽ കൺവെൻഷൻ. ബഥേൽ ഗോസ്പൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ 2025 ജനുവരി 23 മുതൽ 26 വരെ പത്തനാപുരം കൺവെൻഷൻ സെന്ററിൽ 34ാമത് ജനറൽ കൺവെൻഷൻ നടക്കും. ഡോക്ടർ ജോയ് P. ഉമ്മൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർമാരായ സണ്ണി ഫിലിപ്പ്, കോശി വൈദ്യൻ, രാജു പൂവക്കാല, KB എബ്രഹാം, ബിജു മാത്യു എന്നിവരും സിസ്റ്റർ ഗ്രേസ് ഉമ്മൻ, സിസ്റ്റർ മേഴ്സി ഫിലിപ്പ് എന്നിവരും പ്രസംഗിക്കും. സഹോദരി സമ്മേളനത്തിൽ സിസ്റ്റർ മേഴ്സി ഫിലിപ്പ്, യുവജന സമ്മേളനത്തിൽ പാസ്റ്റർ ബിജു മാത്യുവും പ്രസംഗിക്കും.
ചെങ്ങന്നൂർ റീമ ഗോസ്പൽ സിംഗേഴ്സ് സംഗീത ശുശ്രൂഷ നിർവഹിക്കും. അടൂരിൽ പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച് ഡിസ്ട്രിക്ട് കൺവെൻഷൻ. പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ 2025 ജനുവരി 9 മുതൽ 12 വരെ അടൂർ PMG സഭയിൽ പത്തനംതിട്ട അടൂർ ഡിസ്ട്രിക്ട് കൺവെൻഷൻ നടക്കും. പാസ്റ്റർ NG രാജു ഉദ്ഘാടനം നിർവഹിക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർമാരായ MA ജോൺ, MA വർഗീസ്, അജി ആൻ്റണി എന്നിവർ പ്രസംഗിക്കും. സഹോദരിമാരുടെ യോഗത്തിൽ സിസ്റ്റർ ആൻസി പൗലോസ് പ്രസംഗിക്കും. ഞായറാഴ്ചത്തെ സംയുക്ത ആരാധനയിൽ പാസ്റ്റർ GJ അലക്സാണ്ടർ പ്രസംഗിക്കും. ബ്രദർ റെൻസി മാത്യു ആൻഡ് ടീം ഇലവന്തിട്ട ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ജനുവരി 1 മുതൽ IPC കൊട്ടാരക്കര മേഖല 64ാമത് കൺവെൻഷൻ. IPC കൊട്ടാരക്കര മേഖലയുടെ ആഭിമുഖ്യത്തിൽ 2025 ജനുവരി 1 മുതൽ 5 വരെ കൊട്ടാരക്കര പുലമൺ IPC ബേർഷബ ഗ്രൗണ്ടിൽ 64ാമത് കൺവെൻഷൻ നടക്കും. സോണൽ പ്രസിഡന്റ് പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർമാരായ രാജു മേത്ര, അനീഷ് കൊല്ലം, ബാബു ചെറിയാൻ, ഷിബിൻജി ശാമുവൽ, KJ തോമസ്, ഷാജി ദാനിയൽ, ഷിബു തോമസ്, സാം ജോർജ് എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർമാരായ ഫിലിപ്പി തോമസ്, എബി പീറ്റർ എന്നിവർ ശുശ്രൂഷക കുടുംബ സംഗമ ക്ലാസുകൾ നയിക്കും. ലോഡ്സൺ ആൻ്റണിയുടെ നേതൃത്വത്തിൽ IPC മേഖലാ കൊയർ ഗാന ശുശ്രൂഷ നിർവഹിക്കും. ചാത്തന്നൂരിൽ സ്വതന്ത്ര ബാപ്റ്റിസ്റ്റ് സഭകളുടെ 57ാമത് വാർഷിക കൺവെൻഷൻ. ചാത്തന്നൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ബാപ്റ്റിസ്റ്റ് സഭകളുടെ 57ാമത് വാർഷിക കൺവെൻഷൻ 2025 ഫെബ്രുവരി 5 മുതൽ 9 വരെ ചാത്തന്നൂർ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. ബൈബിൾ ക്ലാസുകൾ, സൺഡേ സ്കൂൾ അധ്യാപക സമ്മേളനം, പാസ്റ്റേഴ്സ് കോൺഫറൻസ്, ബാപ്റ്റിസ്റ്റ് സിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് വാർഷിക സമ്മേളനം, സ്ഥാന ശുശ്രൂഷ, സംയുക്ത ആരാധന തുടങ്ങിയുള്ള ശുശ്രൂഷകൾ വിവിധ സെഷനുകളിൽ നടക്കും. കേരളം കൂടാതെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും ദേവദാസന്മാരും പങ്കെടുക്കും. സാം തോമസ്, റവറൻഡ് KS മാത്യു, റവറൻഡ് പോൾ തോമസ് എന്നീ കർത്തദാസന്മാർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് ക്യാമ്പ്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ 26 മുതൽ 28 വരെ കോട്ടയം CSI റിട്രീറ്റ് സെൻറ്ററിൽ 9ാമത് സ്റ്റേറ്റ് സ്റ്റുഡൻസ് ക്യാമ്പ് നടക്കും. സ്റ്റേറ്റ് ഓവർസിയർ റവറൻഡ് Y റജി ഉദ്ഘാടനം നിർവഹിക്കും. 14 മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് സത്യ സുവിശേഷം ബൈബിൾ കൺവെൻഷൻ. വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 26 മുതൽ 28 വരെ കുഴുവേലപ്പടി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൽ സത്യസുവിശേഷം ബൈബിൾ കൺവെൻഷൻ നടക്കും. പാസ്റ്റർ KK മാർക്കോസ് ഉദ്ഘാടനം നിർവഹിക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർമാരായ അജി ആൻ്റണി, കുര്യൻ വർഗീസ്, KS എബ്രഹാം എന്നിവർ പ്രസംഗിക്കും. YPCA കുറിച്ചി സിംഗേഴ്സ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ചർച്ച് ഓഫ് ഗോഡിൽ സീനിയർ ശുശ്രൂഷകന്മാരെ ആദരിക്കുന്നു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അതിശൈത്യം, താപനില 4.9 ഡിഗ്രി സെൽഷ്യസ്. അനധികൃത കുടിയേറ്റം, 18,000 ഇന്ത്യക്കാരെ പുറത്താക്കുമെന്ന് അമേരിക്ക. തിരുവല്ലയിൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് 102ാമത് ജനറൽ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോകസഭയിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. പത്തനാപുരത്ത് ബഥേൽ ഗോസ്പൽ അസംബ്ലി 24ാമത് ജനറൽ കൺവെൻഷൻ. അടൂരിൽ പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച് ഡിസ്ട്രിക്ട് കൺവെൻഷൻ. ജനുവരി 1 മുതൽ IPC കൊട്ടാരക്കര മേഖല 64ാമത് കൺവെൻഷൻ. ചാത്തന്നൂരിൽ സ്വതന്ത്ര ബാപ്റ്റിസ്റ്റ് സഭകളുടെ 57ാമത് വാർഷിക കൺവെൻഷൻ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് ക്യാമ്പ്. വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് സത്യ സുവിശേഷം ബൈബിൾ കൺവെൻഷൻ. ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.